ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ് കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡിയായി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപ്പുമാവിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു. അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായി ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അൽജസ് അങ്ങനെ ഓഫീസിൽ പോയി. ജോണും കഴിച്ചു. ഇനി ഞാൻ കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ചായ ഇപ്പോൾ കുടിക്കണം. അങ്ങനെ ഉപ്പുമാവ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് റോബസ്റ്റ പഴമായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായതായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ അധികം സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. ജോണിന് ഇങ്ങനെ സബോള, പച്ചമുളക്, നെയ്യ്, അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടണത് ഇഷ്ടമല്ല. കടുകിന് ഇടണത് ഇഷ്ടമല്ല. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ എറണാകുളത്തുള്ള ലുലു മാളിൽ പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി ലുലു മാൾ കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും ലുലു മാൾ കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പോണത്. ആൽജസിന് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. എറണാകുളത്താണ് മീറ്റിംഗ്. അപ്പോൾ അതിനായിട്ട് പോകുമ്പോൾ ഞങ്ങളെ ലുലു മാളിലും കൂടി ഒന്ന് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ കൊണ്ടുപോകണത് കേട്ടോ. ലുലു മാൾ നല്ല അടിപൊളി മാളാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണണം. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും ഉള്ളിലൊക്കെ. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഷോപ്സ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ കണ്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു മാളല്ല അത്. ശരിക്കും നമ്മൾ സമയമെടുത്ത് തന്നെ കാണണം. അപ്പോൾ ഞങ്ങൾ വന്ന പാട് ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ജോണിനൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത് ലുലു മാളിൻ്റെ മുകൾ വശമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് ബാഗുകൾ, ബുക്കുകൾ, ബോക്സുകൾ അതൊക്കെ നല്ല വിലക്കുറവിന് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും തന്നെ വാങ്ങിയില്ല. ഞങ്ങൾ വാങ്ങിയത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ആൽജസ് കഴിച്ചത് ചോക്ലേറ്റ് ഫഡ്ജ് സൺഡേ, ജോണ് കഴിച്ചത് ഓറിയോ സൺഡേ, ഞാൻ കഴിച്ചത് സ്ട്രോബെറി സൺഡേ. അങ്ങനെ എല്ലാവരും സൺഡേസ് ആയിരുന്നു കഴിച്ചത്. ലുലുവിൽ ഐസ്ക്രീംസിനൊക്കെ നല്ല ഓഫറുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ്സിന് നല്ല ഓഫറുണ്ട്. ഞങ്ങൾ ഗാലക്സി ചോക്ലേറ്റ് 150 റുപ്പീസിൻ്റെന് 105 റുപ്പീസിന് ആയിട്ട് ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു. സ്കീഡ് ഐസ്ക്രീം ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതും ഇതുപോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മാംഗോ ആണ് എടുത്തത്. അപ്പോൾ വാനില ഒരു 4:30 ആയപ്പോൾ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.